മാലിദ്വീപിൽ നമ്മുടെ കിളിക്കൂടും കിളിക്കുട്ടന്മാരെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ കിളിക്കൂടിന്റെ ഫ്രെയിമാണ് ഈ ചെയ്യുന്നത്. ഏകദേശം 2 അടി വീതിയും 2 അടി ഹൈറ്റുമാണ് നമ്മുടെ കിളിക്കൂടിനുള്ളത്. ഈ കിളിക്കൂടിന്റെ ഫ്രെയിം ചെയ്യാൻ 100 റുപ്യാണ് എനിക്കായത്, അതായത് നാട്ടിലെ 500 രൂപ. നമ്മുടെ കിളിക്കൂടിന്റെ ഫൈനൽ സ്റ്റേജാണിത്. വർക്കെല്ലാം കഴിഞ്ഞ് വീടിന്റെ സൈഡിലാണ് കിളിക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രെയിമിൽ നെറ്റ് ഇടാനായിട്ട് 300 റുപ്യാണ് ആയത്. അങ്ങനെ ടോട്ടൽ 400 റുപ്യ. എന്റെ സുഹൃത്തായ ഷാഹുവിന്റെ വീട്ടിൽ നിന്നുമാണ് കിളികളെ വാങ്ങിയത്. ഞാനും തന്നെയുമാണ് കിളികളെ വാങ്ങാനായി പോകുന്നത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷാഹുവിന്റെ വീടും. ഷാഹു ഒത്തിരി കിളികളെ വളർത്തുന്നുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കിളികളാണ് കൂടുതലും. ഈ പക്ഷിയുടെ പേര് സെനഗൽ പാരറ്റ് എന്നാണ്. എന്നെയും തന്നെയും കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. ഈ കൂട്ടിലാണ് ഇന്ന് നമ്മളെ കിളികളെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കേജിനുള്ളിലേക്ക് കയറി. ഫിഞ്ചസിൽ തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ള കിളികളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ പറന്നു നടക്കാനുള്ള സ്പേസും ഈ ഒരു കേജിനുള്ളിലുണ്ട്. ഇതൊരു വൈറ്റ് കളർ റിംനെക്ക് ആണ്. പലതരത്തിലുള്ള കിളികളെയാണ് ഓരോ കേജിലാക്കി ഇട്ടിട്ടുള്ളത്. കോക്കറ്റെയിൽ, റിംനെക്ക്, ബജീസ്, അങ്ങനെ പലതും പല നിറത്തിലും ഉള്ളതാണ്. ഈ ഒരു റിംനെക്ക് പാരറ്റിന് അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നു. ഹലോ 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 വീണ്ടും പല വെറൈറ്റീസിലുള്ള പക്ഷികളെ കാണാൻ പറ്റി. ഇതാണ് പ്യുവർ ലവ് ബേർഡ്. നമ്മുടെ നാട്ടിൽ കൂടുതലും ബജീസിനെയാണ് ലവ് ബേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു ബേബി കോക്കറ്റെയിലാണ്. ഇത് ഒരു ലവ് ബേർഡിന്റെ കൂടിനുള്ളിലെ മുട്ടകളാണ്. അല്പനേരം തത്തമ്മയോട് സംസാരിച്ച ശേഷം നമ്മൾ ബജീസുമായി പുറത്തു വന്നു. അങ്ങനെ കൂടും തുറന്നു വെച്ച് ബജീസിനെ എല്ലാം വലിയ കൂട്ടിലേക്കാക്കി. എന്തായാലും പുതിയ കൂടുമായി പൊരുത്തപ്പെടാൻ അല്പം ടൈം എടുക്കുമായിരിക്കും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ധന്യ നാട്ടിൽ പോയപ്പോൾ കൂടും കിളികളെയെല്ലാം വേറൊരു വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ എന്റെ കൂടെ വിപിൻ സാറാണുള്ളത്. പുള്ളിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ കിളികളും കിളിക്കൂടും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്കും കിളികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ വീണ്ടും സന്തോഷമായി.